ഇന്ന് ഞങ്ങളൊരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയുള്ള പോക്കാണിത്. ഒരു പ്ലാന്റേഷനകത്ത് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഫുള്ള്. ഇത് പത്തനംതിട്ട ജില്ലയിലാണ് വരുന്നത്. ഈ ഈ ഒരു സ്ഥലം വരുന്നത് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ഥലം ഏതാണെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. ഇവിടെ ഫുള്ള് കൈത് കൃഷിയാണ്. നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇറങ്ങി കഴിയുമ്പം ഒരു കോൺക്രീറ്റ് ഇട്ട നല്ല റോഡാണ്. ഈ റോഡിൽ കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ച് വരുന്നത്. അത് ഞാൻ ഈ ഫസ്റ്റിലെ ആദ്യമേ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് കുറച്ച് വീഡിയോസ് മിസ്സായിട്ടുണ്ട്. ഈ റോഡ് നമ്മൾ നേരെ ഇറങ്ങി ചെന്ന് കഴിയുമ്പം മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ആ നേരെ കാണുന്നത് മേലോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടുമാണ്. ഞങ്ങളിവിടെ നിന്ന് നേരെ ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വഴി അറിയത്തില്ലായിരുന്നു. അപ്പം ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് എത്തും, നല്ല റോഡാണെന്നുള്ള പറഞ്ഞു. പക്ഷെ ഞങ്ങളതൊന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ പോയി. കാരണം നമുക്ക് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു. മേലോട്ടുള്ള റോഡാണ് ഈ കാണുന്നത്. അതായത് അവിടെ വന്നിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അല്ലാത്ത നേരെ കിടക്കുന്ന റോഡാണ്. ഇവിടെ വന്ന് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ട്. പിന്നെ ഓഫ് റോഡ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. കാരണം ബാക്കിൽ കാണുന്ന വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇവിടെ അത്യാവശ്യം നല്ലപോലെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. മാപ്പിൽ നോക്കിയാലും കറക്റ്റ് ഒരു ലൊക്കേഷൻ ഇവിടെ കാണിക്കത്തില്ല. നമുക്ക് ജസ്റ്റ് ചോദിച്ച് ആൾക്കാർ, പ്ലാന്റേഷനൊക്കെ ആയതുകൊണ്ട് ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ എപ്പോഴും ഉള്ളതാണ്. പിന്നെ നമുക്ക് മേലോട്ട് ചെന്ന് കഴിയുമ്പം അവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു ചേട്ടനുണ്ട്, ഞങ്ങളോട് പറഞ്ഞു ആ വഴി കടത്തി വിടത്തില്ല, നിങ്ങൾ വന്ന വഴി തന്നെ ലെഫ്റ്റ് ബാക്കിലോട്ട് എടുത്തിട്ട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. താഴെ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കൊണ്ടിട്ട് തിരിച്ചിട്ട് ഞങ്ങൾ വന്ന വഴി തന്നെ എത്തി. ആ നേരെ കാണുന്ന വന്ന വഴി അവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഞങ്ങൾ എടുക്കുകയാണ്. കാരണം നമുക്ക് നല്ല വഴി പോകുന്നത് ഇഷ്ടമല്ല. നമ്മൾ ആ വഴിയാണ് ലാസ്റ്റ് ഞാൻ കാണിക്കാം. ആ വഴിയാണ് തിരിച്ചു വരുന്നത്. നമുക്ക് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഈ വഴി തിരഞ്ഞെടുത്തു. മാവു പറഞ്ഞത് ഇവിടെ കണ്ട് കീരിയെ കണ്ടെന്ന്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴും കീരിയെ കണ്ടിട്ടില്ല. ഇനി നിങ്ങളാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നല്ല പൊരി വെയിലത്താണ് പോകുന്നത്. നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. വെള്ളച്ചാട്ടം അല്ല നമ്മുടെ മെയിൻ പർപ്പസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് റോഡുള്ള എവിടെയെങ്കിലും ഒന്ന് പോകണം, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഉറുമ്പിക്കര പോകുന്നതിൻ്റെ അത്രയും ഇല്ലെന്നാനും. എന്നാൽ നമുക്ക് അടുത്ത് കുറച്ച് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓഫ് റോഡാണ്, കുഴപ്പമില്ല. നമ്മളീ പോകുന്ന വഴിക്ക് ഈ സൈഡിലൊക്കെ താഴെയൊക്കെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വഴി ചോദിക്കാൻ വേണ്ടി നമുക്ക് സത്യം പറഞ്ഞാൽ വഴി തെറ്റിയിട്ടുണ്ട്. നമുക്കറിയത്തില്ല ഈ വഴിയാണോ ഒന്നും ശരിക്കും അറിയത്തില്ല. ഈ വഴി അങ്ങ് പോയി നോക്കുവാണ്. കാരണം ബാക്ക് സൈഡിൽ കൂടെ ആവാനാണ് ഇത് സാധ്യത കൂടുതൽ. നമുക്ക് ഈ സൈഡിലൊക്കെ താഴെയൊക്കെ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജസ്റ്റ് ആ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് വീടുകളാണ്. നമുക്കിപ്പോൾ ആരും ചോദിക്കാനൊന്നും പറ്റുന്നില്ല, ആരെയും കാണുന്നില്ല. നമ്മൾ ജസ്റ്റ് പോകുന്നിടം വരെ ഒന്ന് പോയി നോക്കുവാണ്. ഇവിടെ നിന്ന് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങേണ്ട ഒരാവശ്യമില്ല. ഈ വഴിയേ അല്ല നമ്മൾ പോകേണ്ടത്. പിന്നെ വെള്ളം കണ്ടിട്ട് ചെറുതെ ഇതിനകത്ത് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫൈനലി നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൈബാണ് ഇവിടെ. പക്ഷേ കുറച്ചുകൂടെ മഴയുള്ള സമയത്ത് ഞങ്ങൾ ഇവിടോട്ട് വന്ന വഴിക്കും
തിരിച്ചു പോകുന്ന വഴിക്കും എല്ലാം പറഞ്ഞ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ മഴയുള്ള സമയത്ത് വരുവാണെങ്കിൽ നല്ല അടിപൊളി വൈബായിരിക്കും ഇവിടെ. അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ ഈ ഇത്രയും ചൂട് സമയത്തും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ മഴ സമയത്തൊന്നും ആലോചിച്ച് നോക്കാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ച് നമ്മൾ പോവാണ്. ഈ വഴിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് 5 മിനിറ്റും കൊണ്ട് നമുക്ക് സുഖമായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തുമെന്ന് പറഞ്ഞ വഴി. ഒരു ഓഫ് റോഡും കാര്യങ്ങളും ഒന്നും കയറാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഈ വഴി വന്നാൽ മതി. കാരണം പ്ലാന്റേഷന് നടുക്കൂടുള്ള ഒരു വരവ് അടിപൊളിയാട്ടോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പം മൊത്തവും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും ജസ്റ്റ് പറ്റുന്നത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതും അടിപൊളി. അതായത് താഴെ നമ്മൾ ഈ പ്ലാന്റേഷൻ്റെ താഴെ കാണുന്നത് കുറച്ച് വീടുകളാണ്. അതിൻ്റെ താഴെ നല്ലൊരു ആറുണ്ട്. സൈഡിലൊക്കെ ആൾക്കാർ മീൻ പിടിക്കുന്ന കണ്ടു. എന്തായാലും മഴ സമയത്ത് ഞങ്ങൾ എന്തായാലും ഇവിടെ ഒന്നുകൂടെ വരുമെന്ന് ഉറപ്പിച്ച കാര്യമാണ്.